ഗായ്സ്, വെൽക്കം ടു ചാനൽ ഫൺ ടൈം വിത്ത് KNK. സോ അടുക്കളയിൽ മൊത്തം തട്ടും മുട്ടും ബഹളമാണ്. ചേച്ചി എന്തോ പരിപാടിയിലാണ് ഗൈസ്. വാ നമുക്ക് എന്താന്ന് നോക്കാം. മിസ് പൊന്നു, എന്താണ് പരിപാടി? ഞാൻ മൈസൂർ പാക്ക് ഉണ്ട്. മൈസൂർ ശ്രീ. മൈസൂർ പാക്കൊക്കെ അല്ല, ഇപ്പൊ മൈസൂർ ശ്രീ. മൈസൂർ ശ്രീ ഒന്ന് ഉണ്ടാക്കാൻ നോക്കുവാണ്. അതെ ഗൈസ്, നമ്മൾ ചേച്ചിയുടെ റെസിപ്പി വീഡിയോ അല്ലെ, കുക്കിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. റെസിപ്പി അല്ല, ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. അത് നിങ്ങളെ പങ്കുവെക്കുന്നു. സോ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുവാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യും. ലെറ്റ്സ് സീ. അപ്പൊ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? സ്റ്റെപ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കി മൈസൂർ ശ്രീ ഉണ്ടാക്കി വെക്കുന്ന സെറ്റിൽ ചെയ്ത് വെക്കാൻ പോണ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഇതാക്കി വെക്കണം. കാരണം നമ്മൾ ഇതിന്റെ ഇടയിൽ ഇനി വേറെ ടൈം കിട്ടില്ല, കാരണം ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം. നെയ്യ് പരത്തി വെച്ചാലേ ഇങ്ങനെ പുറത്തൊക്കെ വരാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നെയ്യ് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യാണ് ആവശ്യമില്ലാത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യും കടലമാവും. അപ്പം നെയ്യ് ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഇതാ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഇല്ല, ഇതിൽ കൂടുതൽ നെയ്യ് വേണം. ഞാൻ അതൊരു ഇതിലത്തെ നെയ്യ് ഉണ്ട്, ഇതിന് ആവശ്യമുള്ളപ്പോൾ ഉരുക്കി നമുക്ക് ഒഴിക്കാം. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. സോ ഇനി നമുക്ക് കടലമാവ് ആദ്യം എന്താ ചെയ്താൽ ചെയ്യാം. കടലമാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഭയങ്കരമായിട്ടല്ല, ചെറിയൊരു ഫ്രൈ ആയിട്ട് എടുക്കണം. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ സ്റ്റൗവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ലൈക്ക് അത്ര തീ വരുന്നില്ല അവരേക്ക്, ഞങ്ങൾക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആവണമെങ്കിൽ ഞങ്ങൾക്ക് തൽക്കാലം ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ് മൊത്തം നടത്തുന്നത്. മാവ് ഇതിലേക്ക് ഇടാം. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടലമാവ് ഒരു കടായി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. എത്ര എമൗണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് ഇപ്പോൾ നമ്മൾ ഊഹം വെച്ചാൽ ചെയ്യുന്നത്, കറക്റ്റ് എമൗണ്ട് ഒന്നും ഇല്ല. ആക്ച്വലി ഇത് ഇപ്പോൾ ഒരു ഊഹം വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ പോലും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ എത്ര പീസ് ഉണ്ടാവും ഗൈസ്? 5-8 പീസ് ഉണ്ടാവും. 8 പീസ് ഉണ്ടാവും. നമ്മളിപ്പോ ഭയങ്കര ക്വാണ്ടിറ്റിയിലല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ചൂടാക്കിയാൽ മതി. അപ്പോഴേക്കും ചൂടായി കിട്ടും അല്ലേ? സോ അപ്പൊ നമ്മളിത് ഒരു 2-3 മിനിറ്റ് നമ്മൾ സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നെയ്യ് ഞാൻ കാണിച്ചില്ലേ, ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ്. അപ്പൊ ആ നെയ്യ് നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിത് അടിപൊളിയായിട്ട് ഇതേ നമുക്ക് കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നമ്മൾ പഞ്ചസാര ഈ സെയിം കടലമാവ് ചൂടാക്കിയ കടായി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതിൽ തന്നെ, ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കി ഫുൾ പ്രൊസീജിയർ ഇതിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് മതിയാകും, കാരണം മധുരം നമ്മുടെ അനുസരിച്ച് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു കുറച്ച് മധുരം കൂടി ഇടാം. നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ചൂടുകളാണോ? അല്ല, നോർമൽ വാട്ടറാണ്, സാധാ പച്ച വെള്ളം മതി. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതൊന്ന് ഇനിയാണ് ഓൺ ചെയ്യേണ്ടത്. നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇത് പാനി ആവുന്ന വരെ, ഒരു ഷുഗർ സിറപ്പ് പോലെ ആവുന്ന വരെ നമ്മൾ ഇത് ഇങ്ങനെ കൈ വിടാതെ അതുകൊണ്ടിരിക്കും. ഇത് പഞ്ചസാര ഉരുകിയിട്ടുണ്ട്, പക്ഷേ ഇത് ഇത്രയും ഉരുകിയാൽ പോലും ശരിക്കും തിളയ്ക്കണം. നല്ലോണം ഇത് തിളച്ച് ഇങ്ങനെ കൊമ്പളകളൊക്കെ വന്ന് ഇച്ചിരി തിക്കായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് ഇനി ഇളക്കിക്കൊണ്ടിരിക്കാം. സോ ഇനി നമ്മളിത് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒഴിക്കാം ഗൈസ്. നമ്മളിനി ഇങ്ങനെ ഇത് ഒരു 1 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി 1 മിനിറ്റ് കഴിയുമ്പോൾ ബാക്കി കുറച്ച് നെയ്യുണ്ട്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ല തിക്കായിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഇളക്കുവാണ്. നമ്മൾ കൂടുതൽ ഇളക്കും തോറും കൂടുതൽ തിക്കാവുകയാണ്. നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് വർക്കാവുമോ ഇല്ലയോ? കണ്ടിട്ട് വർക്കാവുന്ന പോലെ തോന്നുന്നത്, പക്ഷെ കുറച്ചുകൂടി സ്റ്റെപ്പ് ഉണ്ടല്ലോ, കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. വർക്കാവും. പിന്നെ ഇതിന് ആവശ്യമുള്ളത് കുറേ ഇത് വേണം, നെയ്യ് വേണം, കുറേ നെയ്യ് വേണം. ഞങ്ങളിത് തികയോന്നൊന്ന് പേടിച്ചിരിക്കുവോ? സോ ഇനിയും തികയോന്ന് പേടിയാണ്, നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട് ഗൈസ്. ഇല്ല, അത്യാവശ്യം ഒരു 6-7
പീസസ് ഓഫ് കിട്ടുമായിരിക്കും. 8 പീസസ് ഉണ്ടാവും ഇപ്പോൾ. 8-10 പീസസ് നമുക്ക് കിട്ടാം ഗൈസ്. ഗൈസ് ഇത് നല്ല നല്ല കുറുകി വരുന്നുണ്ടല്ലേ. നേരത്തെ ഇത്തിരി കൂടി വെള്ളം വരുവായിരുന്നു, ഇപ്പൊ നല്ല തിക്കായി വരുന്നുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. സോ ഇതൊരു സക്സസ് ആണെന്ന് എൻ്റെ മൈൻഡ് പറയുന്നു ഗൈസ്. ഇത്ര നെയ്യ് മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. ഈ നെയ്യ് വെച്ച് വേണം നമ്മൾ ഇനി ബാക്കി എല്ലാ പരിപാടികളും ചെയ്യാൻ അല്ലേ. ഇനി അല്ല, അത് മാത്രം ഒഴിച്ചാൽ മതി. ഒഴിച്ചാൽ മതി. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പോൾ സേഫ് ആണോ നമ്മൾ? സേഫാണ്. യെസ്, നെയ്യുടെ കാര്യത്തിൽ നമ്മൾ പേടിച്ചിരുന്നത് ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു. നമ്മുടെ നെയ്യ് മൊത്തം കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 5 മിനിറ്റും കൂടി ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഞാൻ പാത്രത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേര്, എൻ്റെ ഒരു കയ്യിൽ പാത്രം, മറ്റു കയ്യിൽ ക്യാമറ, ചേച്ചിയുടെ ഒരു കയ്യിൽ സ്പൂൺ, മറ്റു കയ്യിൽ പാത്രം. റിസ്കി ഷോട്ടുകളാണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൈസൂർ പാക്കിന്റെ ഇത് റെഡി ആയിട്ടുണ്ട്. മൈസൂർ ശ്രീ നമുക്കിനി ഇത് റിഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ ശ്രീ നമ്മളിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാലും മതി, ബട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടു വേണമെങ്കിൽ ഫ്രീസറിലും വെക്കാം എന്ന് കണ്ടു, അതുകൊണ്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഫ്രീസറാണോ? ഫ്രീസർ. സോ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറിന് ശേഷം എന്താണെന്ന് നമുക്ക് ഇന്നലെ ഈവനിങ് അല്ലേ, ഒരു 4:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ആൻഡ് ഒരു 1 അവറിനുള്ളിൽ നമ്മൾ കുക്കിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് നമ്മൾ സെറ്റ് ആവാൻ 6 മണിക്കൂർ വെക്കണമെന്നായിരുന്നു കണക്ക്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എന്തോ നെയ്യോ പഞ്ചസാര എന്തോ ഒന്നൊരു കണക്ക് തെറ്റിപ്പോയത് കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ട് ടൈമും ഒത്തിരി കൂടുതലായിപ്പോയി. സോ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 8 മണി അല്ല ഒരു 6 മണിക്ക് ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കി. അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്ന് ഇപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ സാധനം സെറ്റ് ആയത്. സെറ്റ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, കാരണം ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയത് കൊണ്ട് തന്നെ കുറച്ച് കൺസിസ്റ്റൻസിയുടെ ടെക്സ്ചറിന്റെ കുഴപ്പമുണ്ടായി. സോ ബാക്കി ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെയാണ്. നമുക്ക് സംഭവം കാണിച്ചിട്ടെ. ആക്ച്വലി സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ടെക്സ്ചർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇത് കാരണം ടെക്സ്ചർ അടപടലം പാളിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഗൈസ് ഒരു പക്കാ മൈസൂർ പാക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മുറിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് മൈസൂർ പാക്കിൻ്റെ അഥവാ മൈസൂർ ശ്രീയുടെ ടെക്സ്ചറേ അല്ല. പക്ഷേ ദ ടേസ്റ്റ് ഇറ്റ്സ് സോ നൈസ് ഗൈസ്. നല്ല ടേസ്റ്റിയാണ്, ബട്ട് ടെക്സ്ചർ കറക്റ്റ് ആയില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചറൊന്നും അതിലൊന്നും കാര്യമില്ല, ടേസ്റ്റാണ് കാര്യം. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. പിന്നെ ടെക്സ്ചർ വൈസ് നോക്കുമ്പോൾ മൈസൂർ പാക്കായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. ഇത് എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇതിന് എന്തോ ഒരു ടെക്സ്ചർ പ്രശ്നമുണ്ട്, അതും കൂടി സെറ്റായി പൊള്ളിയാണ് ഗൈസ്. പൊളി അതെ ഗൈസ്, അടിപൊളി ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് കിട്ടി. സോ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.